ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ മത്സരാർത്ഥികളായി എത്തിയിരിക്കുന്ന ആദില നൂറ ദമ്പതികളെക്കുറിച്ചാണ് സമൂഹമാധ്യമങ്ങളിൽ ചർച്ച. ലെസ്ബിയൻ പ്രണയിനികളായ ആദില നസ്രീനും ഫാത്തിമ നൂറയും 2022 മുതൽ ഒന്നിച്ചാണ് ജീവിക്കുന്നത്. ആലുവ സ്വദേശിനിയായ ആദിലയും താമരശ്ശേരി സ്വദേശിനിയായ ഫാത്തിമയും സൗദിയിൽ വെച്ചാണ് പരിചയപ്പെടുന്നതും സുഹൃത്തുക്കളാകുന്നതും. ഇരുവരും സൗദിയിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പ്രണയത്തിലായി. സ്വവർഗാനുരാഗികളാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം ഇരുവരും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇതിനിടെ നൂറയുടെ കുടുംബം ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തി. പ്രണയത്തിലായ ശേഷം ഇരുവരും ബിരുദ പഠനത്തിനായി കേരളത്തിലെത്തിയിരുന്നു. കോവിഡ് സമയത്ത് നൂറയെ മാതാപിതാക്കൾ സൗദിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചാണ് ആദിലയുമായി പ്രണയത്തിലാണെന്ന കാര്യം നൂറയുടെ കുടുംബം അറിയുന്നത്. ഈ ബന്ധത്തെ നൂറയുടെ കുടുംബം ശക്തമായി എതിർത്തു. ബിരുദ പഠനത്തിന് ശേഷം ഒളിച്ചോടാൻ ഇരുവരും തീരുമാനിച്ചിരുന്നു. ഇതിനായി ചെന്നൈയിൽ ജോലിയും ശരിയാക്കി. വീട്ടുകാരുടെ എതിർപ്പ് ശക്തമായതിനെ തുടർന്ന് ഇരുവരും 2022 മെയ് 19 ഒളിച്ചോടി കോഴിക്കോട് ഒരു കേന്ദ്രത്തിൽ അഭയം തേടി. എന്നാൽ ബന്ധുക്കൾ അവിടെ എത്തി പ്രശ്നമുണ്ടാക്കുകയും പോലീസ് ഇടപെടുകയും ചെയ്തു. പിന്നീട് ആദിലയുടെ ബന്ധുക്കൾ ഇരുവരെയും ആലുവ മുപ്പത്തടത്തുള്ള വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ നൂറയുടെ ബന്ധുക്കൾ ഇവിടെ എത്തി ബലം പ്രയോഗിച്ച് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയെന്നും തൻ്റെ മാതാപിതാക്കൾ അവരെ അനുകൂലിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും ആദില കോടതിയിൽ പറഞ്ഞു. തുടർന്നാണ് നൂറയെ വിട്ടുകെട്ടാൻ ആദില ഹൈക്കോടതിയെ സമീപിച്ചതും നിയമപോരാട്ടം നടത്തിയതും. തങ്ങൾ പ്രണയത്തിലാണെന്നും നൂറയെ ഹാജരാക്കണമെന്നും ആവശ്യപ്പെട്ട് ആദില ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു. ആദിലയുടെ ഹർജി അടിയന്തര സ്വഭാവത്തോടെ പരിഗണിക്കാൻ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ, ജസ്റ്റിസ് സി ജയചന്ദ്രൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് തീരുമാനിച്ചു. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഒന്നിച്ച് ജീവിക്കാനുള്ള താൽപ്പര്യം ഇരുവരും അറിയിച്ചു. പ്രായപൂർത്തിയായ 2 വ്യക്തികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ നിയമപരമായി തടസ്സമില്ലെന്ന് വ്യക്തമാക്കി നൂറയെ ആദിലയ്ക്കൊപ്പം വിട്ട് ഹർജി തീർപ്പാക്കുകയായിരുന്നു.